ഗൾഫിൽ മരിക്കുന്ന പ്രവാസി ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നതിൽ വ്യാപകമായ തട്ടിപ്പും കബളിപ്പിക്കലും നടക്കുന്നു എന്നാണ് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞത്. ദുബായിലെ മൃതദേഹ ഏജന്റുമാർ മരിച്ചവരുടെ നാട്ടിലുള്ള കുടുംബാംഗങ്ങളെ കബളിപ്പിച്ച നിരവധി കേസുകൾ കോൺസുലേറ്റിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മൃതദേഹം നാട്ടിലേക്ക് അയക്കാനുള്ള മാനദണ്ഡങ്ങളിൽ കാര്യമായ മാറ്റമാണ് കോൺസുലേറ്റ് വരുത്തിയിട്ടുള്ളത്. ഒരു ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു മരിക്കുന്ന പല പ്രവാസികളും മരണത്തിൽ പോലും കബളിപ്പിക്കപ്പെടുന്നു എന്നത് സങ്കടപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. രക്ഷകവേഷം കിട്ടുന്ന പല ഏജന്റുമാരും ഒന്നാം തരം ചൂഷകരെന്നാണ് കോൺസുലേറ്റ് വ്യക്തമാക്കുന്നത്. മൃതദേഹം അയക്കുമ്പോൾ രക്തബന്ധമുള്ളയാൾക്കോ അധികാരമുള്ള വ്യക്തിക്കോ മാത്രമേ ആവശ്യമായ രേഖകൾ റദ്ദാക്കാനും പേപ്പറുകളിൽ ഒപ്പിടാനും കഴിയൂ എന്നാണ് പുതിയ നിയമങ്ങളിലൊന്ന്. സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് ഫണ്ട് അനുവദിക്കുന്നതിന് പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെ ഇന്ത്യയിലെ 5 വ്യത്യസ്ത അധികാരികളിൽ നിന്ന് ഒപ്പ് ആവശ്യമാണ്. കോൺസുലേറ്റ് അംഗീകൃത നിരക്കുകൾക്ക് പകരം അമിത തുക ഈടാക്കുന്ന വഞ്ചന നിറഞ്ഞ ഏജന്റുമാരെ കുറിച്ച് അറിയണമെന്നും പ്രവാസികളോട് അധികൃതർ അഭ്യർത്ഥിക്കുന്നുണ്ട്. എല്ലാ എമിറേറ്റിലും സാമൂഹിക അസോസിയേഷനുകളുടെ ഒരു പാനൽ കോൺസുലേറ്റിനുണ്ട്. അവർ ഫീസ് വാങ്ങാതെ കുടുംബങ്ങൾക്ക് ഈ സേവനങ്ങൾ നൽകുന്നുണ്ട്. ഉടനടി മാർഗനിർദ്ദേശത്തിനും സൗകര്യത്തിനും കുടുംബങ്ങൾക്ക് കോൺസുലേറ്റുമായി ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്.